3 ആഴ്ചയിലോട്ട് കടന്നപ്പോഴും കേരള ബോക്സ് ഓഫീസിൽ നമ്പർ 1 ആയി തുടരുകയാണ് ലാലേട്ടൻ ചിത്രം ദൃശ്യം 3. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ദൃശ്യം 3 എന്ന് പറയുന്ന ഏറ്റവും പുതിയ ലാലേട്ടൻ ചിത്രത്തിന്റെ 16-ാം ദിവസമായിട്ടുള്ള ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ടും 16 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടും 17-ാം ദിവസമായിട്ടുള്ള ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടൊക്കെയാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ലാലേട്ടൻ, മീന, എസ്തർ, അൻസിബ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി ആദ്യ 2 ഭാഗങ്ങളായി ചൊരുക്കിയ ജിത്തു ജോസഫ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്തൊരു ഫാമിലി ത്രില്ലർ ചിത്രമാണല്ലോ ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമ. എന്തൊക്കെയാണ് ഒരു ഫ്രാഞ്ചൈസി ചിത്രത്തിന് മലയാളത്തിൽ നേടാൻ പറ്റുന്ന ഏറ്റവും മാക്സിമം ഒരു തുക തന്നെയാണ് ദൃശ്യം 3 സ്വന്തമാക്കുമ്പോൾ മലയാളത്തിലെ സകല റെക്കോർഡ് ചിത്രം പിഴുതെറിയുകയാണ്. ഇനി ചിത്രത്തിന് മുന്നിലുള്ളത് മഞ്ഞുമൽ ബോയ്സും എമ്പുരാനും ലോക തുടങ്ങിയ 3 ചിത്രങ്ങൾ മാത്രമാണ്. ഈ 3 ചിത്രങ്ങളെ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ മഞ്ഞുമൽ ബോയ്സ് അതോടൊപ്പം തന്നെ എമ്പുരാൻ തുടങ്ങിയ ചിത്രങ്ങളെല്ലാം തന്നെ ചിത്രത്തിന് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ പുറത്തു വരുന്ന കളക്ഷൻ റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രത്തിന് 16-ാം ദിവസമായിട്ടുള്ള ഇന്നലെ കേരള ബോക്സ് ഓഫീസിന് 85 ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ചിത്രത്തിന് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് നേട്ട് 232 കോടി രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ചിത്രത്തിന് 17-ാം ദിവസമായിട്ടുള്ള ഇന്നും മികച്ച കളക്ഷൻ തന്നെ കേരളത്തിൽ നിന്ന് സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട്. ഏകദേശം പുറത്തുവരുന്ന കണക്കുകൾ പ്രകാരം ചിത്രം ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ 1 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ സ്വന്തമാക്കുന്നുണ്ട്. എന്തൊക്കെയാണ് കാത്തിരിക്കാൻ ചിത്രത്തിന് എത്രത്തോളം വലിയ തുകകൾ കണ്ടെത്താൻ സാധിക്കുന്നു, ഏതൊക്കെ മഞ്ഞുമൽ ബോയ്സിന്റെ കളക്ഷൻ ബ്രേക്ക് ചെയ്യാൻ സാധിക്കുമെന്നൊക്കെ അറിയാൻ വേണ്ടി അപ്പൊ ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷൻ എത്രയായിരിക്കും എന്നാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് കൂടി കമന്റ് ബോക്സിൽ പങ്കുവെക്കാൻ മറക്കണ്ട.